ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ ഈ ഒരു ഇപ്പോൾ നടക്കുന്ന SSCയുടെ കോൺസ്റ്റബിൾ GDയുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. ആദ്യമായിട്ട് കമ്പ്യൂട്ടർ എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അതായത് the device that can be programmed to carry out a set of arithmetic or logical operations automatically. ഓട്ടോമാറ്റിക്കായിട്ട് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്നതിന് സെറ്റായിട്ടുള്ള ഒരു ഡിവൈസിനെയാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാംഡ് ഡിവൈസിനെയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഒരു ഡാറ്റ നൽകുമ്പോൾ അത് കമ്പ്യൂട്ടർ അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷനായി നമ്മൾക്ക് തിരികെ നൽകുന്നു. അതിനെയാണ് അങ്ങനെയുള്ളൊരു ഡിവൈസാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അബാക്കസ്. എന്താണ് അബാക്കസ്? ദ ഇൻവെൻഷൻ വിച്ച് ഈസ് നോൺ ആസ് ദ ബിഗിനിങ് ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഉത്ഭവത്തിന് കാരണമായ ഒന്നാണ് അബാക്കസ്. അബാക്കസ് എന്ന് പറയുന്നത് നമുക്ക് കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടറിൻ്റെ ആവിർഭാവത്തിന് അല്ലെങ്കിൽ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ള ഒന്നാണ് അബാക്കസ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് നോക്കാം. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബബാജെയാണ്. അടുത്തത് ഫാദർ ഓഫ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്? ജോൺ വിൻസെൻറ്റ്. അടുത്തത് ഫാദർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഇൻഫർമേഷൻ IT ടെക്നോളജി, ITക്ക് കാരണക്കാരനായിട്ടുള്ള ആൾ ആരാണ്? നമ്മളുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി. ഫാദർ ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ, പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വീടുകളിൽ നമ്മുടെ ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പ്യൂട്ടറിൻ്റെ ചെറിയ രീതിയിലുള്ള ഹോം വീട്ടിൽ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള കമ്പ്യൂട്ടർ, ഇതിൻ്റെ പിതാവ് ആരാണ്? ഹെൻറി റോബർട്ട്സ് ആൻഡ് ഫിലിപ്പ് ഡോൺ എസ്ട്രിഡ്ജ്. അടുത്ത ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വളരെയധികം അക്യുറസിയും സ്പീഡും വളരെ വലിയൊരു നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പിതാവ് ആരാണ്? സെയ്മർ ക്രേ. അടുത്ത ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ, ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിതാവ് ആരാണ്? വിജയ് പി ബത്കർ. അടുത്തത് ഫാദർ ഓഫ് WWW, വേൾഡ് വൈഡ് വെബ്, ആരാണ്? ടിം ബെർണേഴ്സ് ലീ. അടുത്തത് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ജോൺ വോൺ നീമൻ. അടുത്ത ഫാദർ ഓഫ് കമ്പാക്ട് ഡിസ്ക്, CD എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, കമ്പാക്ട് ഡിസ്ക്, ജെയിംസ് ടി റൂസൽ. അടുത്ത ഫാദർ ഓഫ് ഫ്ലോപ്പി ഡിസ്ക്, അലൻ ഷുഗാർട്ട്. ഫാദർ ഓഫ് മൗസ്, ഡോഗ്ലസ് എൻഗൽബർട്ട്. അടുത്തത് ഫാദർ ഓഫ് ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഓരോ പ്രോഡക്റ്റുകളൊക്കെ ആണെങ്കിൽ അതിലൊരു കറുത്ത ലൈനിങ് പോലുള്ള ഒരു കാര്യം, അപ്പോൾ അതിനെ റീഡ് ചെയ്യുന്ന ആ ഒരു മെഷീനാണ്, അതാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. നോർമൻ ജോസഫ് വുഡ്ലാൻഡ്. അടുത്തതായിട്ട് നമുക്ക് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കാം. ജനറേഷൻസ് എന്ന് പറഞ്ഞാൽ തലമുറ. അതായത് ഈ കമ്പ്യൂട്ടർ അതിൻ്റെ ഓരോ കാലാകാലങ്ങളിൽ അതിനകത്ത് വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീച്ചേഴ്സിനെയാണ് നമ്മൾ ജനറേഷൻസ് പറയുന്നത്. ഈ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെക്നോളജിയിലും അതിൻ്റെ കമ്പ്യൂട്ടർ ലാംഗ്വേജസ്, അതിലുപയോഗിച്ചിട്ടുള്ള ഹാർഡ്വെയർസ്, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻസ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് 1940 മുതൽ 1956 വരെയുള്ള കാലഘട്ടത്തിലെ കമ്പ്യൂട്ടേഴ്സിനാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ടുള്ള ഹാർഡ്വെയർ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കൂം ട്യൂബ്സ് ആയിരുന്നു അതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, വക്കൂം ട്യൂബ്സ്. അതിനുശേഷം പിന്നീട് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് 1956 മുതൽ 63 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഹാർഡ്വെയർ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക്വം ട്യൂബ്സ് മാറിയിട്ട് അവിടെ ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. ട്രാൻസിസ്റ്റേഴ്സ്
അതിനുശേഷം പിന്നീട് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ, അത് 1964 മുതൽ 1971 വരെയാണ് ഈ ഒരു കാലഘട്ടം. അതിലെ പ്രധാനപ്പെട്ട ഒരു ഹാർഡ്വെയർ ഫീച്ചറായിരുന്നു ഈ ട്രാൻസിസ്റ്റർ എന്നുള്ള ആ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ്. അത് മാറിയിട്ട് അത് എന്ത് ചെയ്തു, അത് IC ചിപ്പ് കാറ്റഗറിയിൽ ഉള്ളതായി. IC ചിപ്പ് അല്ലെ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോസസ്സിംഗ് ഡിവൈസ് ആയി മാറി. അതിനുശേഷം പിന്നീട് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ വന്നു. 1972 മുതൽ 2010 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഉള്ള കമ്പ്യൂട്ടേഴ്സായിരുന്നു ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്, പെൻറ്റിയം എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അപ്പോൾ ഇതിലാണ് ഹാർഡ്വെയർസ് ഉപയോഗിച്ചിരുന്നത്. ഈ IC ചിപ്പ് മാറിയിട്ട് മൈക്രോ പ്രോസസ്സർ ചിപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോൾ ഈ ഓരോ സമയത്തും ഉള്ള ജനറേഷൻ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആ ഒരു വ്യത്യസ്തങ്ങളാണ്. ആദ്യം വക്വം ട്യൂബ്സ് ആയിരുന്നുവെങ്കിൽ പിന്നീട് അത് ട്രാൻസിസ്റ്ററായി മാറി, പിന്നീട് IC ചിപ്പായി, പിന്നെ മൈക്രോ പ്രോസസ്സർ ചിപ്പായിട്ട് മാറി. ഇപ്പോൾ അഡ്വാൻസ് രീതിയിലേക്ക് അതിനകത്ത് അഡ്വാൻറ്റേജസ് വന്നു തുടങ്ങി. അതിനുശേഷം ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 2010 മുതൽ ഇന്ന് വരെയുള്ള സമയത്താണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇതിൽ മൈക്രോ പ്രോസസ്സർ ചിപ്പ് എന്നുള്ളതിന് പകരം എന്തായി മാറി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഇതാണ് പ്രധാനപ്പെട്ട ജനറേഷൻസ് അല്ലെ ഇതിൻ്റെ തലമുറ മാറ്റം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അല്ലെ അഡ്വാൻറ്റേജസ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്തത് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിനെ 3 രീതിയിലായിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് അനലോഗ് കമ്പ്യൂട്ടർ, 2 ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്, 3 ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. ഈ അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിഗ്നലിങ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അനലോഗ് സിഗ്നൽസ് ആണ് ഇതിൽ ലഭിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സയൻറ്റിസ്റ്റൊക്കെ ഉപയോഗിക്കുന്ന അവർക്കൊക്കെ ആവശ്യമായിട്ട് വരുന്ന കമ്പ്യൂട്ടറാണ് ഈ അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അനലോഗ് സിഗ്നൽസ് ആണ് ഇതിൽ നിന്ന്, ആ രീതിയിലുള്ളൊരു ഫോർമാറ്റാണ്. അടുത്ത ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. എല്ലാം നമ്മൾ ആ ഡിജിറ്റുകൾ നമുക്ക് എന്തായിരിക്കും, അത് ഡിസ്പ്ലേ ചെയ്ത് തന്നെ കാണിക്കുന്ന ഒരു രീതി. അപ്പോൾ അത് ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള കമ്പ്യൂട്ടേഴ്സ്. അടുത്തതാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ അനലോഗ് ആൻഡ് ഡിജിറ്റൽ രണ്ടും ചേർന്നുള്ള ഒരു ഫങ്ഷനിങ് ആണ്. നമ്മൾ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സാണ്. പല മൾട്ടിപർപ്പസ് യൂസിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ്. നമ്മളിപ്പം സ്കാനിങ്ങിനും അതുപോലെ തന്നെ നമ്മളുടെ ഇക്കോ ഒക്കെ എടുക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ആ രീതിയിലുള്ള മൾട്ടിപർപ്പസ് കമ്പ്യൂട്ടർ. ഇപ്പം ഒന്ന് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഓഫീസ് വർക്കുകൾക്കൊക്കെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആണ്. അടുത്തതായിട്ട് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഇപ്പോഴത്തെ നിലവിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിച്ചു, 3 രീതിയിലായിരുന്നു. എന്നാൽ ടൈപ്പ് രീതിയിൽ ഏതൊക്കെ രീതിയിലുള്ള കമ്പ്യൂട്ടറുകളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള കമ്പ്യൂട്ടർ, ഒരേ ഫോർമാറ്റിലുള്ള ചെറുതും വലുതുമായ കമ്പ്യൂട്ടറുകൾ, അതാണ് ടൈപ്പ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും 4 രീതിയിലുള്ള കമ്പ്യൂട്ടറുകളാണ്. ഒന്ന് മൈക്രോ കമ്പ്യൂട്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന ടാബ്, ലാപ്ടോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യം, ആൻഡ്രോയിഡ് മൊബൈൽസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൈക്രോ കമ്പ്യൂട്ടറിൽ വരുന്നതാണ്. പിന്നെ മിനി കമ്പ്യൂട്ടർ. മിനി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെസ്ക്ടോപ്പ്, നമ്മൾ വീടുകളിലും ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന സിംഗിൾ യൂസ് കമ്പ്യൂട്ടേഴ്സാണ്. അതാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിനി കമ്പ്യൂട്ടറിനും സൂപ്പർ കമ്പ്യൂട്ടറിനും ഇടയ്ക്കുള്ള ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഉള്ള കമ്പ്യൂട്ടേഴ്സാണ്. മെയിനായിട്ട് ഇത് ഈ പറയുന്ന നമ്മളെ നെറ്റ്വർക്കിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന സെർവറായിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളാണ്. അതിനുശേഷമാണ് സൂപ്പർ കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു നെറ്റ്വർക്കിങ്ങിലെ ഒരു സെർവറായിട്ട് ഉപയോഗിക്കുന്നതാണ്. വളരെയധികം, ഉദാഹരണത്തിന് നമ്മളുടെ റെയിൽവേ, ബാങ്കിങ് സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അപ്പം നമ്മൾ ഇതിൽ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ നോക്കി. അതിനുശേഷം ക്ലാസിഫിക്കേഷൻ, 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ്. അതിനുശേഷം പിന്നെ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഏതൊക്കെ തരത്തിലുള്ള രീതിയിലുള്ള കമ്പ്യൂട്ടർ ഉണ്ടെന്നുള്ള രീതി. അടുത്തത് നമുക്ക് ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജസ്, അതായത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രത്യേക സ്പെസിഫിക് വേർഡ്സ് ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഡാറ്റ. എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ ഒരു ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഈസ് അൺഓർഗനൈസ്ഡ് ഫോം ഈസ് നോൺ ആസ് ഡാറ്റ. അതായത് നമ്മൾ കമ്പ്യൂട്ടറിന് ഒരു ഇൻപുട്ട് കൊടുക്കുക,
അതായത് അതൊരു മീനിങ്ഫുൾ ഇൻഫർമേഷനോ യാതൊന്നുമല്ല, കമ്പ്യൂട്ടറിന് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. അങ്ങനെയുള്ള ഇൻപുട്ടുകളെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയാണ്, ഒരു ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഒരു കാര്യം ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. അതെന്താണ്, അത് പ്രോപ്പറായിട്ട് അത് അൺഓർഗനൈസ്ഡ് ആണ്, അതിനൊരു മീനിങ്ഫുൾ ഇൻഫർമേഷനായിട്ട് മാറിയിട്ടില്ല കേട്ടോ. അതിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. രണ്ടാമത് ഇൻഫർമേഷൻ. എന്താണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? ദ പ്രോസസ്ഡ് ഡാറ്റ വിച്ച് ഗീവ്സ് മീനിങ്ഫുൾ റിസൾട്ട്സ് ഈസ് കോൾഡ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ഡാറ്റ. ഈ ഡാറ്റയെ നമ്മളൊരു പ്രോസസ്സിന് വിധേയമാക്കുമ്പോൾ, ഇൻപുട്ടായി നൽകുമ്പോൾ, കമ്പ്യൂട്ടർ അതിനെ ഒരു മീനിങ് ആയിട്ടൊരു ഒരു മെസ്സേജായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് നൽകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ മീനിങ് റിസൾട്ട്സിനെയാണ് എന്ത് പറയുന്നത്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിന് ഡാറ്റ കൊടുക്കുമ്പോൾ അത് റിസൾട്ടായിട്ട് നമുക്ക് തരുന്ന ആ ഒരു റിസൾട്ടിനെയാണ് എന്ത് പറയുന്നത്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫയൽസ്? കളക്ഷൻ ഓഫ് ഡാറ്റ ഈസ് കോൾഡ് ഫയൽ. അപ്പോൾ ഒരു കുറേ കാര്യങ്ങൾ, ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻസിനെ എൻ്റെ ഒരു കളക്ഷനെയാണ് എന്ത് പറയുന്നത്, ഫയൽസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ലെറ്ററോ മറ്റു കാര്യങ്ങളോ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നു, അത് ഫീഡ് ചെയ്ത് സേവ് ചെയ്ത് നമ്മൾ വെക്കുന്നു. അപ്പോൾ അങ്ങനെ അതിനൊരു പേര് കൊടുക്കുന്നു. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഒരു ഫയൽ എന്ന് പറയുന്നത്. അടുത്ത ഫോൾഡർ. കളക്ഷൻ ഓഫ് ഫയൽസ് ഈസ് നോൺ ആസ് ഫോൾഡർ. ഇങ്ങനെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഫയലുകൾ, അങ്ങനെയുള്ള കുറേ ഫയലുകളെ ഒരു സ്ഥലത്ത് സേവ് ചെയ്ത് വെക്കുന്നു. അതിനൊരു പർട്ടിക്കുലർ പേര് കൊടുക്കുന്നു. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഫോൾഡർ എന്ന് പറയുന്നത്. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ആ ഫോൾഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെയധികം നിരവധി ഫയലുകൾ ഉണ്ടായിരിക്കും. അപ്പം കളക്ഷൻ ഓഫ് ഫയൽസ് ഈസ് നോൺ ആസ് ഫോൾഡർ. വളരെയധികം ഒന്നിലധികം ഫയലുകളുടെ ഒരു കളക്ഷനെയാണെന്ന് പറയുന്നത് ഫോൾഡർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഡയറക്ടറി. കളക്ഷൻ ഓഫ് ഫോൾഡർ ഈസ് കോൾഡ് ഡയറക്ടറി. ഈ പലതരം ഫോൾഡറുകളുടെ ഒരു കളക്ഷനെയാണ് എന്ത് പറയുന്നത്, ഡയറക്ടറി എന്ന് പറയുന്നത്. ഡ്രൈവ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് കേട്ടോ, ഡ്രൈവ്. അതിനുശേഷം പിന്നെ അടുത്തത് പ്രോഗ്രാം. എന്താണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമൽ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. പക്ഷേ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്തതയുണ്ട്. എ സെറ്റ് ഓഫ് കമാൻഡ്സ് ടു കമ്പ്യൂട്ടർ ഈസ് കോൾഡ് പ്രോഗ്രാം. അതായത് ഒരു സെറ്റ് ഓഫ് കമാൻഡ്സ്, ഒരു കുറേയേറെ ഒന്നിലധികം കമാൻഡുകളുടെ ഒരു സെറ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്, ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ആകാം, വളരെയധികം കമാൻഡുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒരു പർട്ടിക്കുലർ വർക്കിന് വേണ്ടി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യത്തിനും എന്താണ് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയും. പ്രോഗ്രാമിംഗ്. അടുത്ത ഡാറ്റാബേസ്. എന്താണ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ, ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ ഈസ് കോൾഡ് ഡാറ്റ. അതായത് വളരെയധികം ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ഏരിയയെക്കുറിച്ചൊക്കെ വളരെയധികം ഡാറ്റകൾ സേവ് ചെയ്യുന്ന, വിവിധങ്ങളായിട്ടുള്ള ഡാറ്റകൾ സേവ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡാറ്റാബേസിൽ നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള എന്ത് വേണേലും, സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് വേണേലും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനോ ഷോ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനോ സാധിക്കും. അപ്പം ഒരു അൺഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ, കുറേയേറെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റകളുടെ ഒരു കളക്ഷനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് എന്നറിയപ്പെടുന്നത്. അടുത്ത ഡാറ്റ പ്രോസസ്സിംഗ്. എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ്? എ സെറ്റ് ഓഫ് ആക്ഷൻ പെർഫോംഡ് ബൈ ദ കമ്പ്യൂട്ടർ ടു കൺവേർട്ട് ഡാറ്റ ഇൻറ്റു ഇൻഫർമേഷൻ ഈസ് കോൾഡ് ഡാറ്റ പ്രോസസ്സിംഗ്. നമ്മൾ നേരത്തെ പഠിച്ചു, ഡാറ്റ ഇൻഫർമേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഒരു ഡാറ്റയെ ഒരു മീനിങ് മെസ്സേജ് ആക്കി ഔട്ട്പുട്ടാക്കി നമുക്ക് തരുന്നു, അതിനെ നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന് ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ആ ഇൻപുട്ടിനെ കമ്പ്യൂട്ടർ എന്ത് ചെയ്തു, അത് പ്രോസസ്സ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കൊരു മീനിങ് റിസൾട്ടായിട്ട് നമുക്കൊരു ഔട്ട്പുട്ടായി നമുക്ക് റിട്ടേൺ കമ്പ്യൂട്ടർ നൽകുന്നു. ആ ഒരു പ്രക്രിയയെ മൊത്തം കൂടി പറയുന്ന പേരാണ് എന്താണ്, ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ് ഇൻ എ കമ്പ്യൂട്ടർ. അതായത് ഒരു കമ്പ്യൂട്ടറിൽ ഈ ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും എല്ലാം സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒരു പ്രക്രിയക്കാണ്, അല്ലെങ്കിൽ ആ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയാണ് എന്ത് പറയുന്നത്, മെമ്മറി എന്ന് പറയപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ടും ഒരു കമ്പ്യൂട്ടറിൽ രണ്ട് രീതിയിലുള്ള മെമ്മറീസ് ഉണ്ട്. 2 ടൈപ്സ് ആണ്. ഒന്ന് പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറീസ്. അപ്പോൾ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും രണ്ട് രീതിയിലുള്ള മെമ്മറിയാണ് ഒരു കമ്പ്യൂട്ടറിൽ ഉള്ളത്.
ഇനി മെയിൻ മെമ്മറി. പ്രൈമറി മെമ്മറി ഈസ് ഓൾസോ നോൺ ആസ് മെയിൻ മെമ്മറി. അതായത് ഒരു കമ്പ്യൂട്ടറിലെ പ്രൈമറി മെമ്മറി, ആ പ്രൈമറി മെമ്മറിയാണ് എന്ത് പറയുന്നത്, മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത്. ഈ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന അല്ലെ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റാം ആൻഡ് റോം. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റോം എന്നാൽ റീഡ് ഒൺലി മെമ്മറി എന്നാണ്. മനസ്സിലാകുന്നുണ്ട്? റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഒൺലി മെമ്മറി, റോം. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു ഡാറ്റ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അത് എപ്പോൾ വരെ നമ്മളത് സേവ് ചെയ്യുന്നില്ലയോ അതുവരെ നിലനിർത്തുന്ന കാര്യമാണ് ഈ റാം അല്ലെ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീഡ് ഒൺലി മാത്രമാണ്. അതിനകത്ത് നമുക്ക് ഒരു അമൈൻമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രോഗ്രാമബിളാണ്. കമ്പ്യൂട്ടർ ഇനിഷ്യലി സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബൂട്ട് ചെയ്യുന്ന സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ ബൂട്ടിംഗ് പ്രോസസ്സൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി നേരത്തെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ രണ്ട് കാര്യത്തിനെയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്കൻഡറി മെമ്മറി. ദ മെമ്മറി വിച്ച് സ്റ്റോർ ഡാറ്റ പെർമനൻ്റ്ലി. അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സേവ് ചെയ്യുന്നതിന് മുമ്പ് വരെ നിലനിർത്തുന്നതാണ്, ഡാറ്റയെ നിലനിർത്തുന്നതാണ് പ്രൈമറി മെമ്മറി. ഈ പ്രൈമറി മെമ്മറിയിൽ അല്ലെങ്കിൽ റാമിൽ ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ നമ്മൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡാറ്റ മൊത്തം നശിച്ചു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഈ റാമിൽ നിന്ന് പ്രൈമറി മെമ്മറിയിൽ നിന്ന് അത് സെക്കൻഡറി മെമ്മറിയിലേക്ക് ആ ഡാറ്റ ട്രാൻസ്ഫർ ആവുകയും അതിനകത്ത് പെർമനൻറ്റ് സ്റ്റോർ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഹാർഡ് ഡിസ്ക്, HDD നമ്മൾ കേട്ടില്ലേ, ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, ഓപ്റ്റിക്കൽ ഡിസ്ക്, DVD, CD-ROM ഇങ്ങനെയുള്ള എല്ലാം എന്താണ്, സെക്കൻഡറി മെമ്മറീസാണ്. ഇതിനകത്ത് വൺ ഡേ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കും. അടുത്ത ഒരു മെമ്മറിയാണ് ക്യാഷെ മെമ്മറി. ക്യാഷെ മെമ്മറി എന്ന് പറഞ്ഞാൽ എ വെരി ഹൈ സ്പീഡ് മെമ്മറി പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ റാം ആൻഡ് CPU. CPU-ൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലും റാമിനും ഇടയ്ക്ക് നിലകൊള്ളുന്ന ഒരു മെമ്മറിയാണ്, ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. അടുത്തത് ഹാർഡ് ഡിസ്ക്. എന്താണ് ഹാർഡ് ഡിസ്ക്? നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞു ഒരു സെക്കൻഡറി മെമ്മറിയാണ് ഹാർഡ് ഡിസ്ക്. ദ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ പെർമനൻ്റ്ലി ആൻഡ് റിട്രൈവ് ഇൻഫർമേഷൻ. അതായത് നമുക്ക് ഡാറ്റകൾ എന്താണ് സേവ് ചെയ്യുന്ന ഡാറ്റകൾ പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറിയാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെപ്പോഴും ഒരു കമ്പ്യൂട്ടറിൽ ഇൻബിൽറ്റ് ആണ്, അതിനകത്ത് തന്നെയാണ് ഉള്ളത്. അടുത്ത എന്താണ് ബിറ്റ്. ബിറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ്, ബൈറ്റ്, MB എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ദ സ്മോളസ്റ്റ് മെമ്മറി മെഷർമെൻറ്റ് യൂണിറ്റ് ഈസ് ബിറ്റ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുന്ന ഡാറ്റയുടെ അളവിനെയാണ് എന്ത് പറയുന്നത്, ബിറ്റ് അല്ലെ ബൈറ്റ് എന്നൊക്കെ പറയുന്നത്. ബിറ്റാണ് ഏറ്റവും സ്മോളസ്റ്റ് ഫോം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻപുട്ട് യൂണിറ്റ്? നമുക്ക് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓരോ ഡിവൈസ് കാര്യങ്ങൾ തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇത് ഇൻപുട്ട് യൂണിറ്റ് ആണോ ഔട്ട്പുട്ട് യൂണിറ്റ് ആണോ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇൻപുട്ട് യൂണിറ്റ് ദ ഡിവൈസ് വിച്ച് യൂസ്ഡ് ടു ഗിവ് ഇൻഫർമേഷൻ ടു ദ കമ്പ്യൂട്ടർ ഫോർ ഇറ്റ്സ് പ്രോസസ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിന് ഒരു ഡാറ്റ നൽകുകയാണ്, ഇതിനെ പ്രോസസ്സ് ചെയ്ത് ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷനായി നമുക്ക് നൽകാൻ വേണ്ടി ചെയ്യുന്ന കാര്യത്തിന് ആ ഒരു പ്രക്രിയക്കാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സഹായകരമായിട്ടുള്ള ഡിവൈസുകൾ ഏതാണെന്ന് ചോദിക്കാം. മിക്കവാറും എക്സാമ്പിൾ ഇത് ചോദിക്കാറുണ്ട്. കീബോർഡ് നമ്മളറിയാം, നമ്മളൊരു ഡാറ്റ ആദ്യം ടൈപ്പ് ചെയ്യുന്നത് ബേസിക് അല്ലെ പ്രൈമറി ഇൻപുട്ട് യൂണിറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഏതാണ് കീബോർഡ്. രണ്ടാമത് മൗസ്, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, ട്രാക്ക് ബോൾ, സ്കാനർ, ഗ്രാഫിക് ടാബ്ലറ്റ്, മൈക്രോഫോൺ, മാഗ്നറ്റിക് ഇങ്ക് കാർഡ് റീഡർ MICR. അടുത്തത് ഓപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ OCR, ബാർകോഡ് റീഡർ. അടുത്തത് ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ OMR. അപ്പം ഈ ഡിവൈസുകളെല്ലാം എന്താണ്, ഇൻപുട്ട് ഡിവൈസുകളാണ്. അപ്പം അതായത് കമ്പ്യൂട്ടറിന് നമ്മളൊരു ഡാറ്റ നൽകുന്ന ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷനായി വേണ്ടി നമ്മൾ ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി നൽകുന്ന ഡിവൈസുകളാണ്. ഇതിൻ്റെ ത്രൂ ആണ് നമ്മൾ നൽകുന്നത്. ഈ എക്സാമ്പിൾസ് ഓർത്തിരിക്കണം, ഇത് പലപ്പോഴും ചോദിക്കും. അപ്പം ഇങ്ങനെ ചോദിക്കാം, ആൻ എക്സാമ്പിൾ ഓഫ് ഇൻപുട്ട് യൂണിറ്റ് ഈസ്
കുറച്ച് തന്നിട്ട് ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ അതിനകത്തിൽ ഈ വക കാര്യങ്ങൾ തരും, കുറേ ഔട്ട്പുട്ട് യൂണിറ്റും തരും, മറ്റേതെങ്കിലും കുറേ കാര്യങ്ങളൂടെ തരും. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് ഏതിൽ പെടുന്നതാണ്, ഇൻപുട്ട് യൂണിറ്റ് ഏതാണ് എന്ന് ബോധ്യമാവുകയുള്ളൂ. അടുത്ത ഒന്നാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. An output device is any device that is used to transmit a computer's data between device or client. അതായത് നമ്മൾ നൽകിയ ഇൻപുട്ട് അതിനെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമ്മൾക്ക് ഒന്നിൽ യൂസർ അല്ലെങ്കിൽ യൂസറിന് കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് കിട്ടുകയോ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ത്രൂ ആണ്, അല്ലെങ്കിൽ ത്രൂ ഡിവൈസാണ് നമ്മൾ ഈ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയപ്പെടുന്നത്. ഉദാഹരണത്തിന് എന്തൊക്കെയാണ്? നമ്മൾ മോണിറ്റർ, നമ്മളൊരു കാര്യം കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കത് കാണാം. എവിടെ കാണാം? മോണിറ്ററിൽ കാണാം. അപ്പോൾ അതെന്താണ്? കീബോർഡ് ഒരു ഇൻപുട്ട് യൂണിറ്റാണ്, അവിടെ ടൈപ്പ് ചെയ്യുന്നു, ആൻഡ് മോണിറ്ററിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ നമുക്കത് കാണുകയാണ്. അപ്പോൾ അതെന്താണ്? മോണിറ്റർ ഒരു ഔട്ട്പുട്ട് യൂണിറ്റാണ്. പ്രിൻ്റർ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പ്രിൻ്റ് എടുത്ത് വരാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചതും കൂടിയാണ് പ്രിൻ്റർ. അതുപോലെ തന്നെ ഹെഡ്ഫോൺസ്, നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കുന്നു. കമ്പ്യൂട്ടർ സ്പീക്കർ സെയിം അതുപോലെ തന്നെ. പ്രൊജക്ടർ കാണാൻ സാധിക്കുന്നു. GPS, സൗണ്ട് കാർഡ്, വീഡിയോ കാർഡ്, ഇങ്ങനെയുള്ള സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ എക്സാമ്പിളാണ്. അപ്പം ഈ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ എക്സാമ്പിൾസ് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഫ്റ്റ്വെയർ. എന്താണ് സോഫ്റ്റ്വെയർ? Software is a set of instruction, data or program used to operate computers and execute specific task. നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ്, അങ്ങനെയുള്ളൊരു പ്രോഗ്രാമിനെയാണ് എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് ടച്ച് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും, നമുക്കതിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡാറ്റ പ്രോസസ്സിങ് ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയാണ് എന്ത്? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് ഹാർഡ്വെയർ. എന്താണ് ഹാർഡ്വെയർ? ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർഡ്വെയർ ഈസ് ദ മോസ്റ്റ് വിസിബിൾ പാർട്ട് ഓഫ് എനി ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് കമ്പ്യൂട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കുന്ന ഫിസിക്കലായിട്ടുള്ള എല്ലാ പെരിഫറൽസിനെയാണ് എന്ത് പറയുന്നത്? അല്ലെ ഡിവൈസുകളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിൽ നമ്മുടെ CPU ഉണ്ട്, സ്കാനറുണ്ട്, മോണിറ്ററുണ്ട്, കീബോർഡുണ്ട്, മൗസ് ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഇതെല്ലാം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം കമ്പ്യൂട്ടറിന് പുറത്തുള്ള കാര്യങ്ങളാണ്, നമുക്ക് കാണാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു പ്രോഗ്രാമാണ്, അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അടുത്ത സിസ്റ്റം സോഫ്റ്റ്വെയർ. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിസ്റ്റം സോഫ്റ്റ്വെയർ എ കളക്ഷൻ ഓഫ് പ്രോഗ്രാം ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് ആൻഡ് കൺട്രോൾ എ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള, ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമുകളുടെ ഒരു കളക്ഷനെയാണ് എന്ത് പറയുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയപ്പെടുന്നത്. ഇനി എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? നോക്കി, ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ OS എന്ന് നമ്മൾ പറയും. എ സെറ്റ് ഓഫ് പ്രോഗ്രാം വിച്ച് കൺട്രോൾസ് ദ ഓവറോൾ ഫങ്ഷൻസ് അല്ലെ ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. അതായത് നമ്മളുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് പ്ലാറ്റ്ഫോമാണ്, സോഫ്റ്റ്വെയറുകളുടെ ഒരു ബേസിക് പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ സോഫ്റ്റ്വെയറും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓവറോൾ കൺട്രോളിങ് പ്രോഗ്രാമാണ് നമ്മളുടെ OS അല്ലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം വിൻഡോസ്, OS X, ലിനിക്സ് എക്സെട്ര ഒക്കെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസാണ്. അതായത് ഇതൊരു ബേസിക് പ്ലാറ്റ്ഫോമാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ. ആദ്യം സോഫ്റ്റ്വെയർ ലോഡിങ് ചെയ്യുന്നതിൽ ആദ്യം ലോഡ് ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിനുശേഷമാണ് ആ സ്പെസിഫിക് ടാസ്ക് വർക്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അതിൻ്റെ മുകളിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അടുത്ത ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? എ സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. നമ്മൾ നേരത്തെ പഠിച്ചു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു, അത് ഓവറോൾ ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് വർക്കിന് വേണ്ടിയാണ്. ഇപ്പോൾ MS ഓഫീസ്, ഈ MS ഓഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് വേഡിലോ പവർ പോയിൻറ്റിലോ എക്സലോ ഒക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പെയിൻറ്റ്,
പെയിൻറ്റ് വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പെയിൻറ്റിൽ പോകണം. പേജ് മേക്കർ അങ്ങനെയുള്ള പേജ് മേക്കർ നമുക്ക് കുറേ ഈ പറഞ്ഞ പ്രിൻറ്റിങ് മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പേജ് മേക്കർ വേണം. അപ്പോൾ ഓരോ സ്പെസിഫിക് വർക്കിനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ്, ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? OS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓവറോൾ കൺട്രോൾ ഓഫ് ദ കമ്പ്യൂട്ടർ. അടുത്തതാണ് വെബ് ബ്രൗസേഴ്സ്. എന്താണ് വെബ് ബ്രൗസേഴ്സ്? ആൻ ആപ്ലിക്കേഷൻ യൂസ്ഡ് ടു ആക്സസ് ആൻഡ് വ്യൂ വെബ്സൈറ്റ്. നമ്മൾ വെബ്സൈറ്റുകളെ നമ്മൾ ഇൻ്റർനെറ്റിൽ വെബ്സൈറ്റിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പലപ്പോഴും സെർച്ച് ചെയ്യാറുണ്ട്. പല കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകളെയാണ് എന്ത് പറയുന്നത്? വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഗൂഗിൾ ക്രോം അല്ലേ, മോസില്ല ഫയർഫോക്സ് ആൻഡ് ആപ്പിൾ സഫാരി എക്സെട്ര. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? വെബ് ബ്രൗസേഴ്സാണ്. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലൂടെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്രൗസിങ് സോഫ്റ്റ്വെയറിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നത്. അടുത്ത സെർച്ച് എഞ്ചിൻ. എന്താണ് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ സെർച്ച് എഞ്ചിൻ ഈസ് എ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് എ യൂസർ ക്യാൻ സെർച്ച് ദി ഇൻ്റർനെറ്റ് കണ്ടൻറ്റ്. ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെ ഇൻഫർമേഷൻ നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് എന്ത് പറയുന്നത്? സെർച്ച് എഞ്ചിൻ എന്നറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് ഗൂഗിൾ, യാഹൂ, ബിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് സെർച്ച് എഞ്ചിൻ. അപ്പോൾ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്ലാറ്റ്ഫോമാണ്, അങ്ങനെയൊരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് സെർച്ച് എഞ്ചിൻ. ആ സെർച്ച് എഞ്ചിനിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നോക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത കമ്പ്യൂട്ടർ വൈറസ്. എന്താണ് വൈറസ് എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടർ വൈറസ് എ മലീഷ്യസ് പ്രോഗ്രാം ഡിസൈൻ ടു സ്പ്രെഡ് ഫ്രം വൺ ഡിവൈസ് ടു അനദർ ആൻഡ് ക്രാഷ് ഇറ്റ്. ഇപ്പോൾ സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ ഒരു നല്ല കാര്യമാണ്, പക്ഷെങ്കിൽ അതിനെ ക്രാഷ് ചെയ്യുന്നതിനും അതിനകത്ത് ഡിസ്റ്റർബ് ചെയ്യുന്നതിനും അതിനകത്ത് പല പ്രോബ്ലംസ് വരുത്താൻ വേണ്ടിയുള്ള മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മലീഷ്യസ് പ്രോഗ്രാമാണ് എന്ത് പറയുന്നത്? കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. ഒരു അസുഖമാണ്, കമ്പ്യൂട്ടറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. അപ്പം അടുത്തത് ആൻറ്റി വൈറസ്. ഇങ്ങനെയുള്ള വൈറസുകളെ തുരത്തുന്നതിനുള്ള പ്രതിരോധമാണ് എന്ത്? ആൻറ്റി വൈറസുകൾ എന്ന് പറഞ്ഞാൽ. എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ്, ഡിലീറ്റ് ആൻഡ് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് വൈറസ് ഇൻ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ എഫക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള വൈറസുകളെ ഡിലീറ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് എന്ത് പറയുന്നത്? ആൻറ്റി വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ ആൻറ്റി വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ച് എഞ്ചിൻ, വെബ് ബ്രൗസർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സിസ്റ്റം സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. ഈ ഇത്രയും കാര്യങ്ങൾ എന്താണ് അതിൻ്റെ മീനിങ് എന്ന് മനസ്സിലാക്കി. അടുത്തത് നമുക്ക് നോക്കാം ഇൻ്റർനെറ്റ്. എന്താണ് ഇൻ്റർനെറ്റ്? ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് എന്നാണ്. ഇൻ്റർനെറ്റ് ഈസ് എ വാസ്റ്റ് നെറ്റ്വർക്ക് ദാറ്റ് കണക്ട് കമ്പ്യൂട്ടേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. അതായത് ലോകത്തിലെ എല്ലാ കമ്പ്യൂട്ടറുകളെയും എല്ലാ രാജ്യങ്ങളിലെയും കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു കണക്ടിവിറ്റി അല്ലെ ഒരു നെറ്റ്വർക്കാണ് എന്ത് പറയുന്നത്? ഇൻ്റർനെറ്റ് എന്ന് പറയപ്പെടുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അടുത്തത് എന്താണ്? ലാൻ. ലാൻ എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ അതായത് ഒരു ചെറിയ ഏരിയയിലെ ഒരു നെറ്റ്വർക്ക്. നമുക്കറിയാം ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വൈഡാണ്. അത് കംപ്ലീറ്റ് രാഷ്ട്രങ്ങളിലെ കമ്പ്യൂട്ടറുകളുമായിട്ട് കണക്ടിവിറ്റി ആണെങ്കിൽ ഈ ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഓഫീസോ അല്ലെ ഒരു ചെറിയ ഏരിയയിലോ 10, 12 അല്ലെ 10, 20, 10, 100 അങ്ങനെ ഒരു ചെറിയ ഒരു ഏരിയയിലെ ഉൾക്കൊള്ളുന്ന ഒരു നെറ്റ്വർക്കിംഗ് ആണ് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അടുത്ത വാൻ, എ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഈ ലാൻ എന്ന് പറയുന്നതിനേക്കാളും വളരെ വിപുലമാണ് വാൻ, വൈഡ് ഏരിയ ആണ്. എസെൻഷ്യലി എ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്, അതായത് നെറ്റ്വർക്കുകളുടെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയും. അതായത് എന്താണ് നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ? ഇൻ്റർനെറ്റിലെ ഒരുപക്ഷെ നമുക്കിപ്പോൾ വലിയ വലിയ കമ്പനികൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അദാനി അല്ലെ അംബാനി ഒക്കെ ഇവരുടെയൊക്കെ കംപ്ലീറ്റ് വേൾഡിലെ പല രാഷ്ട്രങ്ങളിൽ ഇവരുടെയൊക്കെ കമ്പനികളുണ്ട്. അപ്പം ഈ ഒരു റിലയൻസ് ഗ്രൂപ്പ് മാത്രമായിട്ടുള്ള, അത് എത്ര വേൾഡിലാണെങ്കിലും എത്ര രാജ്യങ്ങളിലാണെങ്കിലും അവരുടെ മാത്രമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി.
അപ്പോൾ അങ്ങനെ ഒരു വൈഡ് ഏരിയയിലുള്ള ഒരു കണക്ടിവിറ്റിയാണ് വാൻ എന്ന് പറയുന്നത്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ, ചെറിയ ഏരിയകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നെറ്റ്വർക്ക്. ഇനി അടുത്തത് എന്താണ്? ഇമെയിൽ. എന്താണ് ഇമെയിൽ? ഇലക്ട്രോണിക് മെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇലക്ട്രോണിക് മെയിൽ. ആൻ ഇമെയിൽ സിസ്റ്റം അലോസ് കമ്പ്യൂട്ടർ യൂസേഴ്സ് ഓൺ എ നെറ്റ്വർക്ക് ടു സെൻഡ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, സൗണ്ട് എക്സെട്ര. അതായത് നമുക്ക് ഇമെയിൽ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരു കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തെവിടെയും നമുക്ക് എന്ത് അയക്കാൻ പറ്റും? ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. ആ അഡ്രസ്സ് ഉള്ള ഒരു വ്യക്തിക്ക് നമുക്ക് സന്ദേശങ്ങൾ അയക്കാം, നമുക്ക് ഗ്രാഫിക്സ് അയക്കാം, സൗണ്ട്സ് അയക്കാം, എല്ലാ കാര്യങ്ങളും അയക്കാൻ പറ്റും. അപ്പം ഇമെയിലിൻ്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോണിക് മെയിൽ. ആൻ ഇമെയിൽ സിസ്റ്റം അലോസ് കമ്പ്യൂട്ടർ യൂസേഴ്സ് ഓൺ എ നെറ്റ്വർക്ക് ടു സെൻഡ് ഡാറ്റാസ്. അതായത് ലോകത്തെവിടെയും ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ട്, ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് അയക്കാൻ പറ്റും? സന്ദേശങ്ങൾ അയക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു വേ ആണ് ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത എന്താണ്? പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. കഴിഞ്ഞ ദിവസത്തെ എക്സാമിന് ഞാൻ പറഞ്ഞിരുന്നു, ചോദിച്ചതാണ്. പ്രിൻ്റർ ആൻ ഔട്ട്പുട്ട് ഡിവൈസ് വിച്ച് പ്രിൻറ്റ്സ് എ ഹാർഡ് കോപ്പി ഓഫ് ഇലക്ട്രോണിക് ഡാറ്റ. അതായത് കമ്പ്യൂട്ടറിലുള്ള ഡാറ്റകളെയാണ് ഇലക്ട്രോണിക് ഡാറ്റ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡാറ്റകളെ പ്രിൻ്റ് എടുത്ത് ഒരു പേപ്പറിൽ പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്താണ്? പ്രിൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2-3 തരത്തിലുള്ളതുണ്ട്. ഒന്ന് ലേസർ ജെറ്റ് പ്രിൻ്റർ, ലേസർ ജെറ്റ് പ്രിൻ്റേഴ്സ്, സോൾഡ് ഇങ്ക് പ്രിൻ്റേഴ്സ്, ഇങ്ക് ജെറ്റ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതായത് ലേസർ ജെറ്റ് പൗഡർ ടൈപ്പാണ് അതിൻ്റെ ഇങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡേഴ്സാണ്. അതിനുശേഷം ഇങ്ക് ജെറ്റ് പ്രിൻ്റേഴ്സ്, പിന്നെ അത് ഡോട്ട് മെട്രിക് പ്രിൻ്റേഴ്സ്, അതായത് റിബൺ ഉപയോഗിച്ച്, റിബണാണ് അതിനകത്ത് ഡോട്ട് ചെയ്തിട്ടാണ് പിന്നെ ഈ നമ്മളുടെ ക്യാരക്ടർ അല്ലെ അക്ഷരങ്ങളൊക്കെ പതിയുന്നത്. ആ രീതിയിലുള്ള ഡോട്ട് മെട്രിക് പ്രിൻ്റേഴ്സ്, 3D പ്രിൻ്റേഴ്സ്, തെർമൽ പ്രിൻ്റേഴ്സ് എക്സെട്ര. അപ്പം നമുക്ക് പല രീതിയിലുള്ള പ്രിൻ്റുകളുണ്ട്. പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡാറ്റയെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുള്ള ഒരു ഡാറ്റയെ നമുക്കൊരു പേപ്പറിൽ പ്രിൻ്റ് എടുക്കുന്നതിനുള്ള ഒരു മീഡിയമാണ്, അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ. ഈ പ്രിൻ്ററുകൾ ഏതൊക്കെയാണ്? ലേസർ പ്രിൻ്ററുണ്ട്, ഇങ്ക് ജെറ്റ് പ്രിൻ്ററുണ്ട്, LED പ്രിൻ്റേഴ്സ് ഉണ്ട്, ഡോട്ട് മെട്രിക് പ്രിൻ്റേഴ്സ് ഉണ്ട്, 3D പ്രിൻ്റേഴ്സ് ഉണ്ട്, തെർമൽ പ്രിൻ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള പ്രിൻ്ററുകൾ ഉണ്ട്. അടുത്തൊരു വേർഡാണ് ഹാർഡ് കോപ്പി. എന്താണ് ഹാർഡ് കോപ്പി? എ പ്രിൻറ്റഡ് കോപ്പി ഓഫ് ഇൻഫർമേഷൻ ഫ്രം എ കമ്പ്യൂട്ടർ. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക് ഡാറ്റയെ ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രിൻ്റ് ചെയ്ത് കിട്ടുന്ന ആ ഡാറ്റയ്ക്കാണ് പറയുന്നത് എന്താണ്? ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. ഇനി സോഫ്റ്റ് കോപ്പി എന്താണ്? ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി വ്യൂഡ് ഓൺ കമ്പ്യൂട്ടർ സ്ക്രീൻ. കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള ഒരു ഡാറ്റ, നമ്മളാ കാണുന്ന ഡാറ്റ, അതാണ് സോഫ്റ്റ് കോപ്പി. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കോപ്പി. ഇനി അത് സെക്കൻഡറി ഡിവൈസിലാണെങ്കിലും റിമൂവബിൾ ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ CD റോമിലൊക്കെ ആണെങ്കിലും അതിനെല്ലാം എന്താണ് പറയുന്നത്? സോഫ്റ്റ് കോപ്പിയാണ്. ആ സോഫ്റ്റ് കോപ്പിയെ നമ്മളൊരു പേപ്പറിൽ പ്രിൻ്റ് എടുക്കുമ്പോഴാണ് അതിനെ എന്തറിയപ്പെടുന്നത്? ഹാർഡ് കോപ്പി എന്ന് അറിയപ്പെടുന്നത്. അടുത്തതാണ് CD റോം. എന്താണ് CD റോം? ഈ CD റോം എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക് ആണ്, അതായത് സെക്കൻഡറി മെമ്മറി ആണ്. നമ്മളൊക്കെ അറിയാം, കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ട്. അതൊരു CD റോം റൗണ്ടിലുള്ള ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ ഈ ഡാറ്റകളൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് സേവ് ചെയ്ത് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ കൊണ്ടോ അല്ലെ സേഫായിട്ട് വെക്കാനോ അല്ലെ വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് CD റോം അല്ലേ. ഇപ്പോൾ ഇതിന് പല രീതിയിലുണ്ട്. 650 MB മെഗാബൈറ്റ്സ് ടു ഓർ 700 മെഗാബൈറ്റ്സ് എന്നൊക്കെയുള്ള രീതിയിലുണ്ട്. ഈ CD റോം ഒക്കെ ഇപ്പോൾ പഴയതാണ്. ഫ്ലോപ്പി ഡിസ്ക് ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് CD റോമായി, അതിനുശേഷം DVD റോമായി, അങ്ങനെ പല കാര്യങ്ങളായി കേട്ടോ. അടുത്ത DVD റോം എന്താണ്? ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക്. CD റോമിൻ്റെ ഒരു അഡ്വാൻസ് ഫോമാണ്. ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ഇതിനകത്തിൽ CD റോം റീഡ് ഒൺലി മെമ്മറി ഉണ്ട്, അതുപോലെ തന്നെ റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്? സെക്കൻഡറി ഡിവൈസ് മെമ്മറീസ് ആണ്. നമുക്ക് ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്താനോ ഒക്കെ സഹായിക്കുന്ന ഡിവൈസുകളാണ് CD റോം ആൻഡ് അടുത്ത ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഹാർഡ് ഡിസ്ക്. നമ്മൾ HDD നമ്മൾ നേരത്തെ ഇത് പഠിച്ചതാണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് മീഡിയമാണ്.
ഇത് കമ്പ്യൂട്ടറിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ളതാണ്, എല്ലാ കമ്പ്യൂട്ടറിലും ഉള്ളതാണ്. നമ്മൾ സേവ് ചെയ്യുമ്പോൾ സെക്കൻഡറി ഡിവൈസ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്കിലേക്കാണ് എപ്പോഴും ഇത് സേവായി പോകുന്നത്. ഇത് വളരെ വലിയ ക്വാണ്ടിറ്റിയിൽ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഹാർഡ് ഡിസ്ക്. അടുത്താണ് നമ്മൾ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയെക്കുറിച്ച് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെക്കൻഡറി മെമ്മറിയിലേക്ക് ഡാറ്റയെ സേവ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് അതെവിടെയാണോ നിൽക്കുന്നത് അങ്ങനെയുള്ള മെമ്മറികളെയാണ് എന്താണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ അത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് റെഫേഴ്സ് ടു ആൻ നോൺ വൊലാറ്റിബിൾ സ്റ്റോറേജ്. അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ സെക്കൻഡറി മെമ്മറിയിൽ കറണ്ട് പോയാലും ഡാറ്റ എന്തിൽ നിൽക്കും? ഈ പറയുന്ന സെക്കൻഡറി സ്റ്റോറേജിൽ നിൽക്കും. എന്നാൽ പ്രൈമറി സ്റ്റോറേജിൽ എന്തായിരിക്കും? കറണ്ട് പോയി നമ്മൾ സേവ് ചെയ്തില്ല, സെക്കൻഡറി സ്റ്റോറേജിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തില്ല എങ്കിൽ അത് ഡിലീറ്റായി പോകും. അടുത്തൊരു ഇതാണ് സ്കാനർ. എന്താണ് സ്കാനർ? നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ ഡാറ്റ ആൻഡ് ഇമേജ് ഓൺ എ പേപ്പർ ഇൻ ടു ദ ഡിജിറ്റൽ ഫോം. അതായത് നമ്മൾ ഒരു ഡാറ്റയെ, ഒരു ഇമേജ് ആയാലും ശരി, ഒരു ഡാറ്റ ആണെങ്കിലും ശരി, അതിനെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ, ഒരു പേപ്പറിലുള്ള ഒരു കാര്യത്തെ നമ്മൾ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഒരു സ്കാനറിൽ വെച്ച്. ഇപ്പോൾ നമുക്കൊരു ഫോട്ടോയുണ്ട്, ആ ഫോട്ടോയെ നമ്മൾ സ്കാനറിനുള്ളിൽ വെച്ച് സ്കാൻ ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ കയറ്റുന്നു. ആ ഒരു പ്രക്രിയയ്ക്കാണ് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സ്കാനർ എന്ന് പറഞ്ഞത്, സ്കാൻ ചെയ്യുക. അടുത്തത് ജോയ്സ്റ്റിക്ക്. നേരത്തേക്ക് ഉപയോഗിക്കുന്നതായിരുന്നു ജോയ്സ്റ്റിക്ക്. മെയിനായിട്ട് ഈ ഗെയിംസ് ഒക്കെ കളിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡിവൈസാണ് ജോയ്സ്റ്റിക്ക്. ദ ഡിവൈസ് യൂസ് ടു ആൻ ഇൻപുട്ട് പ്രൈമർലി ഫോർ പ്ലേയിങ് വീഡിയോ ഗെയിംസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് ചിലപ്പോൾ ചോദിക്കാം ഇങ്ങനെ, ജോയ്സ്റ്റിക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊരു ഇൻപുട്ട് ഡിവൈസാണ്, മൗസ് പോലെ ഉപയോഗിക്കുന്നതാണ് ജോയ്സ്റ്റിക്ക്. അടുത്ത കീബോർഡ്. നേരത്തെ നമ്മൾ പഠിച്ചതാണ് കീബോർഡ്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസാണ്. ആദ്യം ഒരു കമ്പ്യൂട്ടറിലെ ആദ്യം നമുക്ക് ഇൻപുട്ട് നൽകുന്ന ഒരു കാര്യമാണ്, അല്ലെ ഇൻപുട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു ഇൻപുട്ട് ഡിവൈസാണ്. അതുപോലെ തന്നെ ഈ കീബോർഡ് എന്ന് പറയുമ്പോൾ അതിനകത്തിലെ കീകളുടെ എണ്ണം 104 കീകളും അതുപോലെ തന്നെ 108 കീ, അങ്ങനെയുള്ള പല വെറൈറ്റിയിലുള്ള വേരിയൻ്റ് ആയിട്ടുള്ള കീബോർഡുകളുണ്ട്. ഇതിന് പ്രധാനമായിട്ടും ഇത് വർക്ക് ചെയ്യുന്ന ഒരു കോഡിംഗ് വേർഡ് ഉണ്ട്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്, അതായത് ആസ്കി എന്ന് പറയും, ASCII, ആസ്കി. അപ്പോൾ ഈ ആസ്കി, ഈ ഒരു കോഡിലാണ് നമ്മളിപ്പോൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാകണമെങ്കിൽ എന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലുള്ള ഒരു കീബോർഡ് ആയതുകൊണ്ടാണ് കമ്പ്യൂട്ടർ അത് റീഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഈ പറയുന്ന കീബോർഡിലും ഉണ്ട്. അപ്പോൾ കീബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടറാണ്. അതൊരു ഇൻപുട്ട് ഡിവൈസാണ്. അതിൽ പല വേരിയൻ്റ് ആയിട്ടുള്ള കീസാണ്, 104, 108 ഒക്കെയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അത് ഫങ്ഷൻ ചെയ്യുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്, ആസ്കി പ്രകാരമാണ്. അടുത്തത് കീ ടൈപ്പ്. ഈ കീബോർഡിൽ പലതരത്തിലുള്ള കീസുണ്ട്, വെറൈറ്റി കീസുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പറയുന്ന ചില പേരുകളുണ്ട്. ഇപ്പോൾ ഒന്ന് ടൈപ്പിംഗ് കീസ്. നമ്മളുടെ കീബോർഡ് പലരും കണ്ടു കാണും. അതിൽ A to Z വരെയുള്ള അക്ഷരമാലകളെയാണ് ടൈപ്പിംഗ് കീസ് എന്നറിയപ്പെടുന്നത്. അതിനുശേഷം ഫങ്ഷൻസ് കീസ് ഉണ്ട്. ഫങ്ഷൻ കീ എന്ന് പറഞ്ഞാൽ F1 മുതൽ F12 വരെയുള്ള ഏറ്റവും ടോപ്പിലുള്ള ആ ലൈനിലുള്ള കീസിനെയാണ് ഫങ്ഷൻസ് കീസ് എന്ന് പറയുന്നത്. ഇത് ഓരോ സ്പെസിഫിക് ഫങ്ഷന് വേണ്ടിയുള്ള കീസാണ്. അടുത്തത് ന്യൂമറിക് കീസ്. ന്യൂമറിക് കീസ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെയുള്ള കീകളെയാണ് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം കൺട്രോൾ കീസ്. കൺട്രോൾ കീ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ആ കീയിൽ നോക്കിയാൽ കാണാൻ പറ്റും ഹോം, എൻഡ്, ഇൻസെർട്ട്, ഡിലീറ്റ്, പേജ് ഡൗൺ, പേജ് അപ്പ്, കൺട്രോള്, അൾട്ടർനേറ്റ് എന്നുള്ള എന്താണ്, എസ്കേപ്പ്, ഇങ്ങനെയുള്ള കീകളെയൊക്കെയാണ് എന്ത് പറയുന്നത്, കൺട്രോൾ കീസ് എന്ന് പറയുന്നത്. പിന്നീടാണ് സ്പെഷ്യൽ പർപ്പസ് കീസ് എന്ന് പറയുന്നത്. എൻ്റർ കീ, ഷിഫ്റ്റ് കീ, ക്യാപ്സ് ലോക്ക്, ന്യൂമറിക് ലോക്ക്, സ്പേസ് ബാറ്, ടാബ്, പ്രിൻ്റ് സ്ക്രീന്, ഇങ്ങനെയുള്ള കീകളെയാണ് എന്ത് പറയുന്നത്, സ്പെഷ്യൽ പർപ്പസ് കീസ്. അപ്പോൾ നമ്മളുടെ കീബോർഡ് പ്രധാനപ്പെട്ട കീസ് ഏതൊക്കെയാണ്? ഒന്ന് ടൈപ്പിംഗ് കീസ്, ഫങ്ഷൻ കീസ്, ന്യൂമറിക് കീസ്, കൺട്രോൾ കീസ്, അതുപോലെ തന്നെ സ്പെസിഫിക് പർപ്പസ് കീസ്.
ഇത് ശ്രദ്ധിച്ച് ഓർമ്മയിരിക്കുക. അടുത്താണ് മൗസ്. നമുക്കറിയാം, എപ്പോഴും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് മൗസ്. ദ പോയിൻറ്റിംഗ് ഡിവൈസ് യൂസ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ. നമ്മൾ കീബോർഡ് കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു ഡിവൈസാണ് മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി നമുക്ക് എവിടെ വേണമെങ്കിലും അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. ദ പോയിൻറ്റിംഗ് ഡിവൈസ് യൂസ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് മൗസ്. അടുത്തൊരു വേർഡാണ് ഐക്കൺ. എന്താണ് ഐക്കൺ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ലാംഗ്വേജിലെ എ സ്മോൾ ഫിഗർ വിച്ച് ഡിപ്പൈക്ട്സ് സം ആപ്ലിക്കേഷൻസ് ഓൺ എ സ്ക്രീൻ ഈസ് കോൾഡ് ഐക്കോൺ. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിലൊക്കെ ഫ്രണ്ടിലൊക്കെ മോണിറ്ററിൽ ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷനെ സ്പെസിഫിക് ചെയ്തുകൊണ്ട് ഓരോ ഐക്കൺ കാണും അല്ലേ, ഓരോ സ്പെസിഫിക് സിമ്പിൾ കാണും. അപ്പോൾ അതിനെയാണ് പറയുന്നത് എന്താണ്, ഐക്കൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ലാംഗ്വേജ് വിച്ച് അണ്ടർസ്റ്റാൻഡ് ദ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു കീബോർഡിൽ ഒരു വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാകണമെങ്കിൽ അതിന് അവിടെ ചെറിയ പ്രക്രിയകളുണ്ട്. അപ്പോൾ അങ്ങനെ ആ കമ്പ്യൂട്ടറിന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ചില കോഡിംഗ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായും ഇത് 3 രീതിയിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. ഒന്ന് അസംബ്ലി ലാംഗ്വേജസ്, 2 മെഷീൻ ലാംഗ്വേജസ്, 3 ഹൈ ലെവൽ ലാംഗ്വേജസ്. അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ്, ആ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജുകളെ അതെന്ത് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിൻ്റർ ആയാലും മറ്റ് ഡിവൈസുകളൊക്കെ അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ മെഷീനുകൾക്ക്, ഈ ഡിവൈസുകൾക്ക് ഇത് മനസ്സിലാകുന്ന ചില കോഡിങ്സ്. ഇപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് എന്നുള്ള ഒരു കമാൻഡ് കീബോർഡിൽ കൊടുക്കുകയാണെങ്കിൽ ആ പ്രിൻ്റർ അത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അത് പ്രിൻ്ററിന് മനസ്സിലാകണ്ടേ, ഇന്നടത്തൊരു കമാൻഡ് വന്നിരിക്കുന്നു, അത് പ്രിൻ്റ് ചെയ്യാനുള്ളതാണ്, ഇത് ഇത്ര പേജ് മുതൽ ഇത്ര പേജ് വരെ ഇന്ന ഫയലെന്നൊക്കെ അത് ആ ഒരു ഡിവൈസിന് പ്രിൻ്ററിന് മനസ്സിലാകണമെങ്കിൽ അതിനുള്ള ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു കോഡിംഗ് സിസ്റ്റം അതിന് അനിവാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനകത്തിൽ അടുത്തൊന്ന് നോക്കാം, മെഷീൻ ലാംഗ്വേജ്. എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് ഈസ് എ കളക്ഷൻ ഓഫ് ബൈനറി ഡിജിറ്റ്സ് ഓർ ബിറ്റ്സ് ദാറ്റ് ദ കമ്പ്യൂട്ടർ റീഡ്സ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ മെഷീന് മനസ്സിലാകുന്ന ലാംഗ്വേജുകളെയാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടറിന് നമ്മളിപ്പോൾ ആൽഫ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം ആൽഫ ആണ് എന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാകണമെങ്കിൽ അവിടെ എന്ത് ഉണ്ടായിരിക്കണം, ഒരു ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനെയാണ് എന്ത് പറയുന്നത്, മെഷീൻ ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത അസംബ്ലി ലാംഗ്വേജ്. നമ്മൾ നേരത്തെ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ നോക്കിയതാണ് അസംബ്ലി ലാംഗ്വേജ്. എന്താണ് അസംബ്ലി ലാംഗ്വേജ്? ദ ലാംഗ്വേജ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻ്റർഫേസ് വിത്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡിവൈസുകൾ അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർഫേസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറും അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡിവൈസുകളും തമ്മിലുള്ള ഇൻ്റർഫിയറൻസിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെയാണ് എന്ത് പറയുന്നത്, അസംബ്ലി ലാംഗ്വേജസ്. അതിലെന്തൊക്കെ അസംബിൾ ചെയ്തിട്ടുണ്ടോ അവയെല്ലാം ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക, അതാണ് അസംബ്ലി ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താണ് കമ്പൈലർ? ഒരു വേർഡാണ് കമ്പൈലർ. ദ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് സോഴ്സ് കോഡ് റിട്ടൺ ഇൻ എ ഹൈ ലെവൽ ലാംഗ്വേജ് ഡയറക്റ്റ്ലി ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു ഇൻപുട്ട്, ആ ഇൻപുട്ടിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ നേരിട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയറിനെയാണ് കമ്പൈലർ എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്ത ഒന്നാണ് ഇൻ്റർപ്രറ്റർ. സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു കൺവേർട്ട് സോഴ്സ് കോഡ് റിട്ടൺ ഇൻ എ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. അതായത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അതിനെ കൺവിൻസ് ചെയ്തതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറയുന്നത്, ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൊതുവിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജസും അതുപോലെ തന്നെ മെഷീൻ ലാംഗ്വേജസും തമ്മിലുള്ള ഒരു കണക്ടിവിറ്റിയാണ് ഈ ലാംഗ്വേജസ് കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത്.
അടുത്തത് ഒരു പോയിൻ്റാണ് ബൈനറി. എന്താണ് ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ ന്യൂമറിക് സിസ്റ്റം ദാറ്റ് ഒൺലി യൂസസ് 2 ഡിജിറ്റ്സ്. നമുക്കറിയാം കമ്പ്യൂട്ടർ 2 ഡിജിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് 0 ആൻഡ് 1. ഇതിനെയാണ് നമ്മൾ ബൈനറി കോഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ബൈനറി കോഡിലാണ് അല്ലെ ഈ 0 ആൻഡ് 1 എന്ന 2 സംഖ്യകളെ മാത്രമാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 2 സംഖ്യകളിലൂടെയാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്? ഈ ഡാറ്റകളെല്ലാം ഇൻഫർമേഷൻസ് എല്ലാം റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ബൈനറി എന്ന് പറയുന്നത്. ബൈനറി കോഡ്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജിനെയാണ് ബൈനറി, അല്ലെങ്കിൽ ആ 2 ഡിജിറ്റ് 0 ആൻഡ് 1 എന്ന 2 ഡിജിറ്റുകളെയാണ് എന്ത് പറയുന്നത്? ബൈനറി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ഒന്നാണ് ഫയൽ എക്സ്റ്റൻഷൻസ്. എന്താണ് ഫയൽ? കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ പറയുന്ന ഒരു കാര്യമാണ് ഫയൽ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫയൽ ടൈപ്പ്. അതായത് നമുക്കറിയാം പല രീതിയിലുള്ള സോഫ്റ്റ്വെയറുകളിൽ തയ്യാറാക്കുന്ന ഫയലുകൾ, ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡാറ്റകളെല്ലാം, അല്ലെങ്കിൽ ഈ ഫയൽ ഫോർമാറ്റുകളെല്ലാം ഏത് പ്രോഗ്രാമിലെയാണ് എന്നറിയുന്നതിന് വേണ്ടി ആ ഫയലുകളുടെ ലാസ്റ്റിൽ ഒരു ഡോട്ടിന് ശേഷം 3-4 3-4 ലെറ്ററുകളിലുള്ള ഒരു എക്സ്റ്റൻഷനുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഫയൽ എക്സ്റ്റൻഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ഫയലും അത് ഏത് പ്രോഗ്രാമിൽ, ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലുള്ളതാണ് എന്ന് നമുക്ക് വ്യക്തവരുത്താൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡിൽ തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഫയലാണെങ്കിൽ അതിൻ്റെ അവസാനം നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫയൽ നെയിമിൻ്റെ ലാസ്റ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും? .docx അല്ലെങ്കിൽ .doc. DOC എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നേരത്തെയുള്ള വേർഷനാണ്, പുതിയ വേർഷനാണ് DOCX എന്ന് പറയുന്നത്. ഇനി ഒരു പവർ പോയിൻ്റ് ആണെങ്കിൽ .ppt എന്ന് കാണിക്കും. ഇനി ഒരു എക്സൽ ആണെങ്കിൽ, എക്സൽ ഫോർമാറ്റിലുള്ള ഒരു ഫയലാണെങ്കിലോ .xlx എന്നൊക്കെ കാണിക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫയൽ അല്ലെങ്കിൽ തന്നിട്ടുള്ള ഫയൽ ഏത് പ്രോഗ്രാമിൽ, ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ നിർമ്മിച്ചതാണ് അല്ലെ തയ്യാറാക്കിയത് എന്നുള്ളതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ്. അടുത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ? ദ ഇൻ്റലിജൻസ് എക്സിബിറ്റഡ് ബൈ മെഷീൻസ് ഓർ സോഫ്റ്റ്വെയർ ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് ഇതിനകത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മാൻ പവർ വളരെ കുറവാണ്. ഇതിനകത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനും സോഫ്റ്റ്വെയറും നേരിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിനകത്തൊരു ഇൻ്റർപ്രറ്ററോ ഒരു കമ്പൈലറോ ഒന്നിൻ്റെ ആവശ്യമില്ല. മെഷീൻ നേരിട്ട് ടൈപ്പ് ചെയ്യുക, നേരിട്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാകുക, അങ്ങനെയുള്ളൊരിതാണ്. അപ്പോൾ അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്നത്. അടുത്ത ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. എന്താണ്? പലപ്പോഴും നമ്മൾ ഈ ഒരു വാക്ക് കേൾക്കണം, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. എ പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ഡിസൈൻ ടു ഫിറ്റ് ഓൺ ടോപ്പ് ഓഫ് എ ടൈപ്പിക്കൽ ഓഫീസ് ഡെസ്ക്. അതായത് ഒരു ഡെസ്കിന് മുകളിൽ വെച്ച് പ്രവർത്തിപ്പിക്കുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടറുകളാണ് എന്ത് പറയുന്നത്? ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മടിയിൽ വെച്ച് പ്രവർത്തിപ്പിക്കുന്ന, അല്ലേ? പാം ടോപ്പ് എന്ന് പറഞ്ഞാലോ നമ്മളുടെ കൈയുടെ വെള്ളയിൽ വെച്ച് പ്രവർത്തിപ്പിക്കുന്ന കമ്പ്യൂട്ടറുകൾ. അപ്പം ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഡെസ്കിന് മുകളിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിലാണ് പൊതുവിൽ ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയപ്പെടുന്നത്. ഇതുവരെ നമ്മൾ കുറച്ച് കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് വേർഡുകളെ അല്ലെ ടേംസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് കുറച്ച് അബ്രിവിയേഷൻസ് നോക്കാം. അബ്രിവിയേഷൻസ് ഇപ്പോൾ കഴിഞ്ഞ 2-3 എക്സാമുകളിലെല്ലാം ഇത് ചോദിച്ചിട്ടുണ്ട്. ALU. എന്താണ് ALU? അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, ALU. അടുത്ത ASCII, ASCII, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അതായത് കീബോർഡിലെ ഒരു കോഡിംഗ് സിസ്റ്റമാണ്. ഈ ഒരു കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്, ഈ ഒരു കോഡിങ്ങിലൂടെയാണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്, ASCII എന്ന് പറയും. അടുത്ത BIOS, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, BIOS എന്ന് പറയും. BIOS, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഇപ്പോൾ ചോദിക്കും BIOSൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അടുത്ത CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU. അടുത്തത് DOS, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് നേരത്തെ ഉണ്ടായിരുന്ന, അതായത് ഈ വിൻഡോസ് ഫോർമാറ്റൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിരുന്നു DOS എന്ന് പറയും, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത DSL, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മോഡമിലൊക്കെ
ഇൻ്റർനെറ്റിൽ വരുന്ന മോഡത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, കേബിൾ കമ്മ്യൂണിക്കേഷൻ ലൈൻ നേരിട്ട് വരുന്ന ഒരിത് അല്ലേ, ആ ഒരു സ്ലോട്ടാണ് DSL, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. അടുത്തത് നോക്കിയ DVD, ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് DVD. അടുത്തത് HTML, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ് HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTML. അടുത്ത HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ HTTP. IBM, ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ, ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ IBM. അടുത്തത് IP, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, IP അഡ്രസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അടുത്തത് JPEG, ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ്. അതായത് JPEG ഫോർമാറ്റ്, നമ്മൾ പിക്ചർ JPEG ഫോർമാറ്റിൽ 50 KB താഴെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അപ്പോൾ ആ ഒരു ഫോർമാറ്റ്, ഫയൽ ഫോർമാറ്റാണ് JPEG. അടുത്ത LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, LCD മോണിറ്റേഴ്സിൻ്റെയൊക്കെ ഒരു ടൈപ്പാണ് LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ടൈപ്പ് ഡിസ്പ്ലേ, അടുത്ത MPEG, മൂവിങ് പിക്ചർ എക്സ്പേർട്ട് ഗ്രൂപ്പ്, നമ്മളുടെ വിഷ്വൽ പിക്ചേഴ്സിനെയൊക്കെ അതിൻ്റെ ഒരു ഫോർമാറ്റാണ് MPEG, മൂവിങ് പിക്ചർ എക്സ്പേർട്ട് ഗ്രൂപ്പ്. അടുത്ത ഒരു വേർഡാണ്, അബ്രിവേഷനാണ് OMR, ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ. നമുക്കിത് അറിയാവുന്നതാണ്. OMR ഷീറ്റുകളൊക്കെ സ്കാൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് ഇടുന്ന ഒരു മെഷീനാണ്, ഡിവൈസാണ് OMR. അടുത്ത നോക്കിയ PDF, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്, PDF ഫോർമാറ്റ്. PNG, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്, PNG, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. PROM, പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി, PROM. അടുത്ത RAM, റാൻഡം ആക്സസ് മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി. അടുത്തത് ROM, റീഡ് ഒൺലി മെമ്മറി, റീഡ് ഒൺലി മെമ്മറി. അടുത്ത ഒരെണ്ണമാണ് SIM, സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ മോഡൽ. നമ്മൾ മൊബൈലിലൊക്കെ നമ്മളുടെ സിം ഇടും, ആ സിമ്മിൻ്റെ ഫുൾ ഫോമാണ് സബ്സ്ക്രൈബിൾ ഐഡൻറ്റിഫിക്കേഷൻ മോഡൽ. അടുത്ത യൂണിവാക്ക്, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. UPS, അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ. നമ്മൾ കമ്പ്യൂട്ടർ കറണ്ട് പോകുമ്പോൾ കമ്പ്യൂട്ടറിന് ഡാമേജ് ഒക്കെ വരാതിരിക്കാൻ നമ്മൾ UPS സെറ്റ് ചെയ്യാറുണ്ട്, അപ്പോൾ അതാണ് UPS, അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ. URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. USB, യൂണിവേഴ്സൽ സീരിയൽ ബസ്, യൂണിവേഴ്സൽ സീരിയൽ ബസ്. VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, മോണിറ്ററിനെ അറിയപ്പെടുന്നതാണ് VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വൈറസ്, നമ്മൾ കമ്പ്യൂട്ടർ വൈറസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതിൻ്റെ ഫുൾ ഫോമാണ് വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്, വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. അടുത്ത വൈഫൈ കണക്ഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, വൈഫൈ, വയർലെസ് ഫെഡിലിറ്റി, വയർലെസ് ഫെഡിലിറ്റി. WWW, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, വേൾഡ് വൈഡ് വെബ്, വേൾഡ് വൈഡ് വെബ്. അപ്പോൾ ഈ അബ്രിവേഷൻസ് ഓർത്തിരിക്കണം, ഇത് ചിലതൊക്കെ ഇമ്പോർട്ടൻ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നമ്മൾ ഒരു ബേസിക് ഫണ്ടമെൻ്റൽസ് ആണ്, ഇതെല്ലാവരും ഒന്ന് വായിച്ച് വെച്ച് നോട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ.